ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഡ്രസ്സിംഗ് റൂമിലും BCCI ഹെഡ്ക്വാർട്ടേഴ്സിലും ഇപ്പോൾ പുകയുന്നത് സാധാരണ പുകയല്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ കലാപക്കൊടിയാണ് ഇപ്പോൾ ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ ടീമിലേക്ക് ഇനി തിരിച്ചുവരാൻ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ലെന്നും സെലക്ഷൻ സമിതിക്ക് മുന്നിൽ തെളിയിക്കാൻ എനിക്കിനി ഒന്നുമില്ലെന്നും ഭുവനേശ്വർ കുമാർ തുറന്നടിക്കുമ്പോൾ അത് കേവലം ഒരു കളിക്കാരന്റെ നിരാശ മാത്രമല്ല, മറിച്ച് വർഷങ്ങളായി BCCI കാണിക്കുന്ന പക്ഷപാതിത്വത്തിനെതിരെയുള്ള ശക്തമായ പ്രഹരം കൂടിയാണ്. BCCIയുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ നടക്കുന്ന തോന്നിയാസങ്ങൾക്കെതിരെയും അനാവശ്യമായി കളിക്കാരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന വ്യവസ്ഥകൾക്കെതിരെയും സഞ്ജു സാംസണും മുഹമ്മദ് ഷമിയും ഭുവനേശ്വർ കുമാറും ഒന്നൊന്നായി പരസ്യമായി രംഗത്തു വരുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ഭരണം എത്രത്തോളം പരാജയപ്പെട്ട് കിടക്കുകയാണെന്നാണ് പുറത്തുവരുന്നത്. ഏകദിനത്തിൽ 141 വിക്കറ്റുകൾ, അന്താരാഷ്ട്ര T20യിൽ 90 വിക്കറ്റുകൾ, ടെസ്റ്റിൽ 63 വിക്കറ്റുകൾ. എന്നിട്ടും ഭുവനേശ്വർ കുമാർ ഇന്ത്യയ്ക്കായി ഒരു ഏകദിന മത്സരം കളിച്ചിട്ട് 5 വർഷത്തോളമായി. T20 ഫോർമാറ്റിൽ പന്തെറിഞ്ഞിട്ട് 4 വർഷവും ഒടുവിൽ അയാൾ ഇന്ത്യയ്ക്കായി ഒരു ടെസ്റ്റ് മത്സരം കളിച്ചത് 8 വർഷങ്ങൾക്ക് മുൻപുമാണ്. ഇന്ത്യൻ ടീമിലേക്ക് ഭുവിയെ തിരിച്ചെടുക്കണമെന്ന് ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ആവശ്യപ്പെടുമ്പോഴാണ് അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ മുഖത്തടിക്കുന്ന രീതിയിൽ എനിക്കിനി നിങ്ങളുടെ ടീമിലേക്ക് വരേണ്ട എന്ന് ഭുവി പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയ്ക്കായി കളിക്കുക എന്ന തന്റെ ഏറ്റവും വലിയ സ്വപ്നം താനെന്നോ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നും ഇനി ആർക്കു മുന്നിലും സ്വയം തെളിയിക്കേണ്ട യാതൊരു ബാധ്യതയും തനിക്കില്ലെന്നുമാണ് ഭുവി വ്യക്തമാക്കുന്നത്. നിലവിൽ സമാധാനപരമായ ജീവിതമാണ് താൻ നയിക്കുന്നത് എന്നും ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത പ്രേമം കൊണ്ട് മാത്രമാണ് IPLൽ ഇപ്പോഴും തുടരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത്തരം വൻകിട കളിക്കാരെ പോലും മടുപ്പിച്ച് ടീമിന് പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് കാര്യമെത്തിച്ചത് BCCIയുടെ നിലപാടുകളാണോ അതോ സെലക്ടർമാരുടെ ഈഗോയാണോ ഇതിനു പിന്നിൽ? ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ 1-ാം നമ്പർ പേസ് ബോളർ ജസ്പ്രീത് ബുമറയെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനോടൊപ്പം സെലക്ടർമാർ മുന്നോട്ട് വെച്ച കണ്ടീഷൻ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ബുമറ ഫിറ്റ്നസ് തെളിയിച്ചാൽ മാത്രമേ അന്തിമ ടീമിൽ നിലനിർത്തൂ എന്നതായിരുന്നു ആ വ്യവസ്ഥ. പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടിയിട്ടില്ലാത്ത ഒരു കളിക്കാരനെ തിടുക്കപ്പെട്ട് ടീമിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച ശേഷം ഇങ്ങനെയൊരു കണ്ടീഷൻ വെക്കുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ബംഗളൂരുവിലെ BCCI സെന്റർ ഓഫ് എക്സലൻസിൽ നടത്തിയ പരിശോധനകൾക്കൊടുവിൽ കാൽമുട്ടിനേറ്റ പരിക്കിൽ നിന്ന് മോചിതനാകാത്ത ബുമറയെ കൂടുതൽ വിശ്രമം നിർദ്ദേശിച്ച് ടീമിൽ നിന്നും ഒഴിവാക്കേണ്ടി വന്നു. 2020 ലോകകപ്പിന്റെ സമയത്ത് പരിക്കേറ്റ ബുമറയെ പൂർണ്ണമായും കായികക്ഷമത കൈവരിക്കുന്നതിന് മുൻപ് മത്സരങ്ങളിലേക്ക് തള്ളിവിടുന്നത് വലിയ അപകടമുണ്ടാക്കുമെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. എന്നിട്ടും എന്തിനാണ് അഗാർക്കറും സംഘവും ഇത്തരമൊരു നാടകം കളിച്ചത്? ഭുവനേശ്വർ കുമാറിനെയും മുഹമ്മദ് ഷമിയെയും പോലെയുള്ള അനുഭവസമ്പന്നരായ വിശ്വസ്ത പേസ് ബോളർമാർ പുറത്തു നിൽക്കുമ്പോൾ അവരെ തഴയാനും അവഗണിക്കാനും വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമായിരുന്നില്ലേ ഇത്? സമാനമായ രീതിയിൽ 2 ആഴ്ച മുൻപാണ് സഞ്ജു സാംസൺ തന്റെ അതൃപ്തി പരസ്യമാക്കിയത്. ഇനി ഞാൻ എന്റേതായ രീതിയിൽ എന്റെ കളി കളിക്കാൻ പോകുകയാണെന്നും എന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടീമിലെടുത്താൽ മതിയെന്നും ചിലർക്ക് മാത്രം ബാധകമാകുന്ന BCCIയുടെ എലിപ്പന്തയത്തിൽ ഇനി ഓടാൻ താനില്ലെന്നുമാണ് സഞ്ജു തുറന്നടിച്ചത്. സഞ്ജുവിന്റെ ഈ പ്രതികരണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഭുവനേശ്വർ കുമാറും സെലക്ടർമാരെ കാറ്റിൽ പറത്തി രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെ വേണമെങ്കിൽ പരിഗണിക്കാം, അവസരം തന്നാൽ കളിക്കും, ഇല്ലെങ്കിൽ അതേക്കുറിച്ചോർത്ത് സമാധാനം കളയാനില്ലെന്നാണ് ഭുവിയുടെ നിലപാട്. അതേസമയം ആഭ്യന്തര ക്രിക്കറ്റിൽ രഞ്ജി ട്രോഫിയിലും വിജയ് ഹസാരയിലും വിക്കറ്റുകൾ വാരിക്കൂട്ടി ഫിറ്റ്നസ് തെളിയിച്ചിട്ടും മുഹമ്മദ് ഷമി എന്ന വമ്പൻ ബൌളറും എന്തിനാണ് പുറത്തിരിക്കുന്നത്? ഷമിയുടെ പരിക്കിനെക്കുറിച്ച് കൃത്യമായ അപ്ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാൻ നോക്കിയ അജിത് അഗാർക്കർക്ക് ഷമി നൽകിയ മറുപടി അതിരൂക്ഷമായിരുന്നു. എന്റെ കളി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആഭ്യന്തര മത്സരങ്ങളുടെ ഗ്രൗണ്ടിലേക്ക് വരണമെന്നും സെലക്ടർമാർക്ക് അപ്ഡേറ്റ് വേണമെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കണമെന്നും അല്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്ന് തരേണ്ട കാര്യമില്ലെന്നുമായിരുന്നു ഷമി വ്യക്തമാക്കിയത്. ഷമിക്കും സഞ്ജുവിനും ശേഷം ഭുവിയെക്കൊണ്ടും ഇങ്ങനെ പറയിപ്പിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെയും സെലക്ഷൻ കമ്മിറ്റിയുടെയും നിരുത്തരവാദപരമായ സമീപനം തന്നെയാണ്. ഈ അനുഭവസമ്പന്നരായ താരങ്ങളെല്ലാം പുറത്തു നിൽക്കുമ്പോൾ സെലക്ടർമാർക്ക് വിശ്വാസം പ്രസിദ്ധ കൃഷ്ണയിലും ഷാർദുൽ ഠാക്കൂറിലും ഹർഷിത് റാണയിലുമാണ്. എന്തായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന് ഭുവനേശ്വർ കുമാർ എന്ന ബൌളർ? പന്തിനെ 2 വശത്തേക്കും ഒരേപോലെ സ്വിംഗ് ചെയ്യിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ലോകത്തിലെ ഏത് വമ്പൻ ബാറ്റ്സ്മാനെയും വിറപ്പിക്കുന്നതായിരുന്നു. 2 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകളിലും ഇന്ത്യക്ക് ധൈര്യത്തോടെ ഉപയോഗിക്കാമായിരുന്ന ആയുധമായിരുന്നു അദ്ദേഹം. ഒരേ ആക്ഷനിൽ തന്നെ പന്ത് ഉള്ളിലേക്കും പുറത്തേക്കും തിരിക്കാനുള്ള ഭുവിയുടെ വിരുദ്ധ എതിരാളികളുടെ ഉറക്കം കെടുത്തിയിരുന്നു. ബാറ്റ്സ്മാന് തൊട്ടടുത്തെത്തുമ്പോൾ മാത്രം ദിശ മാറുന്ന ലേറ്റ് സ്വിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. തുടർച്ചയായി ഒരേ ലൈനിലും ലെങ്തിലും പന്തെറിയാനുള്ള കൃത്യത, മികച്ച സീം പൊസിഷൻ, ഡെത്ത് ഓവറുകളിലെ മാരകമായ യോർക്കറുകൾ, വേഗത കുറച്ചെറിയുന്ന നക്കൽ ബോളുകൾ എന്നിവ കൊണ്ട് T20യിലും ഏകദിനത്തിലും റൺസ് വഴങ്ങാതെ വിക്കറ്റുകൾ വീഴ്ത്തുന്നതിൽ ഭുവി എന്നും മുന്നിലായിരുന്നു. 130 മുതൽ 135 കിലോമീറ്റർ വരെ മാത്രം വേഗതയുള്ള ഭുവി തന്റെ തന്ത്രങ്ങൾ കൊണ്ട് മാത്രമാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബൌളറായി മാറിയത്. ഇംഗ്ലണ്ടിലെയും അയർലൻഡിലെയും സ്വിംഗ് ബൌളിംഗിന് അനുകൂലമായ പരിസ്ഥിതിയോമിൽ ഭുവി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ പല മത്സരങ്ങളുടെയും ഫലം മറ്റൊന്നാകുമായിരുന്നു. 2014 ഇംഗ്ലണ്ട് പര്യടനത്തിൽ 19 വിക്കറ്റുകൾ വീഴ്ത്തിയതിനൊപ്പം താഴ്ന്ന നിരയിൽ ബാറ്റ് ചെയ്ത് 3 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം അടിച്ചുകൂട്ടിയിരുന്നു. 2016 സെന്റ് ലൂസിയയിൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്ത 5 വിക്കറ്റ് പ്രകടനവും 2014 ചരിത്രപ്രസിദ്ധമായ ലോർഡ്സ് മൈതാനത്ത് ഇന്ത്യ നേടിയ വമ്പൻ വിജയത്തിന് അടിത്തറയിട്ട 6 വിക്കറ്റ് നേട്ടവും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഭുവിയുടെ അപാരമായ മികവിന് തെളിവാണ്. T20 ഫോർമാറ്റിലും അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ സമാനതകളില്ലാത്തതാണ്.
2022 T20 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ വെറും 4 റൺസ് മാത്രം വഴങ്ങി 5 വിക്കറ്റുകൾ കൊയ്ത ഭൂവി 2018 ജോഹന്നസ്ബർഗിൽ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ച് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ T20യിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. 2013 വിൻഡീസിലെ ട്രൈ സീരീസിൽ ശ്രീലങ്കയ്ക്കെതിരെ വെറും 8 റൺസ് നൽകി 4 വിക്കറ്റുകൾ എടുത്തതുൾപ്പെടെ എത്രയോ വിജയങ്ങൾ അദ്ദേഹം ഇന്ത്യക്ക് സമ്മാനിച്ചു. എന്നാൽ ഇവിടെയാണ് ക്രിക്കറ്റിനെ ശാസ്ത്രീയമായി സമീപിക്കുന്ന ഓസ്ട്രേലിയൻ മോഡൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓസ്ട്രേലിയൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റായ ഷെഫീൽഡ് ഷീൽഡിലെ മികച്ച പ്രകടനങ്ങളാണ് അവിടെ ദേശീയ ടീമിലേക്കുള്ള പ്രധാന വാതിൽ. ബൌളർമാരുടെ വേഗതയും സ്വിംഗും ഫിറ്റ്നസും ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന ക്രിക്കറ്റ് ഓസ്ട്രേലിയ വ്യത്യസ്ത ഫോർമാറ്റുകൾക്കായി വ്യത്യസ്ത താരങ്ങളെ റൊട്ടേഷൻ സിസ്റ്റത്തിലൂടെ ഉപയോഗിക്കുന്നു. പാറ്റ് കമ്മിൻസിനെയും മിച്ചൽ സ്റ്റാർക്കിനെയും ജോഷ് ഹേസൽവുഡിനെയും പോലെയുള്ള സീനിയർ പേസർമാർക്ക് കൃത്യമായ ഇടവേളകളിൽ വിശ്രമം നൽകി പരിക്കുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഓസ്ട്രേലിയ അതേസമയം തന്നെ യുവതാരങ്ങൾക്ക് അവസരം നൽകി അടുത്ത തലമുറയെ സജ്ജമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിലോ പരിക്കിൽ നിന്ന് മുക്തി നേടാത്തവരെ വെച്ച് റിസ്ക് എടുക്കുകയും ഭുവനേശ്വർ കുമാറിനെയും മുഹമ്മദ് ഷമിയെയും പോലെയുള്ള ലോകോത്തര വിഭവങ്ങൾ കയ്യിലിരിക്കുമ്പോൾ തുടർച്ചയായി പരാജയപ്പെടുന്നവരെ സ്ഥിരമായി എല്ലാ ഫോർമാറ്റിലും ചുമക്കുകയും ചെയ്യുന്ന സെലക്ടർമാർ ഇന്ത്യൻ ക്രിക്കറ്റിനെ വലിയൊരു നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. BCCIയുടെ ഈ നീതികേട് തുടരുകയാണെങ്കിൽ ഇനിയും ഒട്ടനവധി മികച്ച താരങ്ങൾ മനസ്സുമെടുത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും പിന്മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.